ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം ചേരുവകളൊന്നും വേണ്ട. എന്നാൽ നമുക്കിനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതൊരു മീഡിയം സൈസ് സവാള ചെറുതായി നുറുക്കിയതാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 കാന്താരി മുളകും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് മതിയെങ്കിൽ ഇത്രയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-8 കശുവണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം കസ്കസ് കുതിർത്തതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ഗ്രാമ്പും ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് കൂടുതൽ വേണമെങ്കിൽ 1-1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാമേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പച്ച പീസ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പീസും പനീറും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. നമ്മുടെ കറി ആവശ്യത്തിനൊക്കെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു രുചിയും മണമൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികൾ വരെ നമ്മളോട് ചോദിച്ച് വാങ്ങിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.